ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രൈസൈക്കിളാണ്. എന്ത് കിട്ടിയാലും ആദ്യം അവൾക്ക് തന്നെ തുറക്കണം. അതിനുവേണ്ടി അൺബോക്സിങ് ടൈമിൽ തന്നെ ആദ്യമേ അവൾ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എക്സ്പ്രഷനായിപ്പോൾ ഇവിടെ കാണുന്നത്. മിസ്സൺ ഷെഫിൻ്റെ ഒഫീഷ്യൽ ലൈസൻസിൻ്റെ ബാഡ്ജിങ്ങും അതുകൂടാതെ വാർണർ ആൻഡ് ബ്രോസിൻ്റെ ഒരു എംബ്ലമും ഓടുകൂടിയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പാക്കിംഗ് ആയിരുന്നു. ഓരോ പ്രോഡക്റ്റും അതിനകത്തുള്ള ഓരോ പാർട്സും സെപ്പറേറ്റ് അവർ പാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ പാർട്സാണ് വന്നേക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഹാൻഡിൽ ബാറാണ്. അതിൻ്റെ കൂടെ ഒരു കണക്റ്റിംഗ് റോഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോളെ അതുകൂടാതെ ഇതെന്ന് പറയുന്നത് ബക്കറ്റാണ്, ഫ്രണ്ട് ബക്കറ്റാണ്. അതുകൂടാതെ ഒരു കേരേജും കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റോറേജാണ് നമ്മൾ ആ ഒരു കുഞ്ഞ് സൈക്കിളിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒത്തിരി നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതും. അതുകൂടാതെ ഇത് അതിൻ്റെ ബാക്കിലെ ഹാൻഡിലാണ്. അതായത് വലിയ മുതിർന്നവർക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിലാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ സീറ്റും നല്ലൊരു ക്വാളിറ്റി സീറ്റാണ് അവർ തന്നേക്കുന്നത്. അതിൻ്റെ ബാക്കിൽ സ്ക്രൂവും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ സൈക്കിളിനകത്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരെ ഫ്രണ്ട് വീലാണ്. ഈ കാണിക്കുന്ന ഓരോ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. സ്റ്റീലാണ് അവർ പറഞ്ഞേക്കുന്നത്. സ്റ്റീലാണ്, നല്ല ക്വാളിറ്റിയാണ് പാക്കിംഗ് എല്ലാം. അതുകൂടാതെ സ്ലിപ്പറി പെഡലുമാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 22 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റ് കൂടിയ വീൽസാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു 2 സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഇപ്പോൾ കണ്ടത്. അതുകൂടാതെ എൻ്റെ 2 വീൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നെറ്റും ബോൾട്ടും പിന്നെ അതിൻ്റെ ബോഡി ഫ്രെയിമും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ ഒരു ബ്രോഷർ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പാർട്സാണ്, എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡിസ്ക്രിപ്ഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതിൻ്റെ ഏകദേശ ധാരണ ഞാൻ നിങ്ങൾക്ക് തരാം. ബോഡി ഫ്രെയിമിൽ അല്ലെങ്കിൽ ഷോസിയിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് വീലാണ്. വീലിൻ്റെ കണക്ട് ചെയ്യാനുള്ള ലോക്കിംഗ് സിസ്റ്റം എല്ലാം അതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ലോക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്വിച്ചാണ് ഇതോ ആ കാണുന്നത്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് അതിനകത്ത് ലോക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഊരുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ബാക്ക് 2 വീലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതേ കണക്കാണ് ബാക്ക് വീൽ ഇരിക്കുന്നത്. ഇനി നമ്മൾ സീറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. സീറ്റ് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. സീറ്റിൻ്റെ അടിയിൽ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മളെ ബോഡി ഫ്രെയിമിനകത്ത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്. ഓക്കെ, ഇപ്പോൾ നീറ്റ്ലി അത് ഫിക്സ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് വീല് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബോഡി ഫ്രെയിമിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു അടപ്പുണ്ട്. ആ അടപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീല് ഇതിനകത്ത് കണക്ട് ചെയ്യുവാണ്. ജസ്റ്റ് ഇതിനകത്ത് അകത്തോട്ട് കയറ്റി വെക്കുക. നല്ല ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റി വെക്കണം കേട്ടോ. അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് ബക്കറ്റ് ഇതിനകത്ത് വേണം നമ്മൾ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് ബക്കറ്റ് വെക്കുമ്പോൾ ചിലതിൽ ഈ ഒരു പീസ് നമുക്ക് അകത്തോട്ട് ഇടിച്ചിറക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഫൈൽ ചെയ്ത് അല്ലെങ്കിൽ അഡ്ജ് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. ഗ്രൈൻഡ് ചെയ്ത് നല്ല പോലെ അത് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ലോക്ക് 2 ഹോള് കണ്ടോ, ഈ 2 ഹോളുകളാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഹാൻഡിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഹാൻഡിലും ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് ആ 2 ലോക്കിലും പ്രസ് ചെയ്ത് കൊണ്ട് വേണം നമ്മൾ അകത്തോട്ട് ആ കാണുന്ന ഹോളിലോട്ട് ആ ലോക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറച്ച് പാടുപെടും. അത് കുറച്ച് ടൈറ്റാണ്. ആ ലോക്ക് വീണതിന് ശേഷം നല്ല പോലെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ചെറിയ സ്ക്രൂ വെച്ചിട്ട് നല്ല പോലെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് പ്രോപ്പറായിട്ടാണോ ഇരിക്കുന്നതെന്ന് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നല്ല പോലെ അത് ടൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ബാക്കിലെ ഹാൻഡിലാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പീസ് നമുക്ക് അതിനകത്തുണ്ട്. അത് ആദ്യം അതിനകത്ത് കയറ്റിയതിന് ശേഷം നമ്മൾ ആ ചെറിയ ഹോളിലോട്ട് ഇതങ്ങ് നമ്മുടെ ഹാൻഡിൽ കയറ്റി കൊടുത്തിട്ട് ഒരു നട്ട് ആൻഡ് ബോൾട്ട് നമുക്ക് ഈ കവറിനകത്ത് തന്നെ നമുക്ക് ഈ നട്ട് ആൻഡ് ബോൾട്ട് കിട്ടും. ഈ നട്ട് ആൻഡ് ബോൾട്ട് ആ ചെറിയ 2 ഹോളിലും കൂടെ ചേർത്ത് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചാൽ മാത്രം മതിയാകും.
ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കണക്റ്റിംഗ് ബാർ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിലും അതുകൊണ്ടൊക്കെ തന്നെ ബോഡി ഫ്രെയിമിലും 2 ഹുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ കണക്റ്റിംഗ് റോഡ് ഇട്ടതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഹാൻഡിൽ തിരിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ മുതിർന്ന നമ്മൾ അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഹാൻഡിൽസ് ആ കണക്റ്റിംഗ് റോഡ് വെച്ച് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എന്ത് ചെയ്താലും ട്രയൽ ചെയ്ത് നോക്കണമല്ലോ. ഞാൻ ഒരിക്കലും 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇന്ന് ഇരുത്തി ഓട്ടിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓട്ടിക്കുന്നത്. 1 തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ട്രൈസൈക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ സൈക്കിൾ വെയിറ്റ് 5 കിലോ ഉള്ളൂ. അവർ പറയുന്നത് ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 35 കിലോ വരെ ഇതിനകത്ത് ലോഡ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഞാൻ അറൗണ്ട് ഒരു 2 വീക്സ് ഞാൻ ഈ സൈക്കിള് മോളുമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഫീഡ്ബാക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാര്യം അത്രയും ക്വാളിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ബാഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് ഒരു ബെല്ലുണ്ടായിരുന്നു. ആ ബെല്ല് മാത്രമായിരുന്നു അതി ക്വാളിറ്റി ആയിട്ട് ഇല്ലാന്ന്. 2ാമത്തെ ദിവസം തന്നെ ബെല്ല് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൈസിന് ഇത് വെർത്താണ്. കാരണം നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും നമ്മൾ ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ. എന്തായാലും നിങ്ങളെ കുട്ടികൾക്കിത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. വാങ്ങിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അസംബിൾ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അസംബിൾ ചെയ്യാം. നിങ്ങൾ പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. Sorry, it's DJ.